വ്ലോഗ് ഞാൻ രാത്രിയിൽ തന്നെ തുടങ്ങുവാണ്. ബിക്കോസ് ഐ എം ഹെഡിങ് ടു അങ്ങാടിപ്പുറം ഫോർ എ വിസിറ്റ് ടു തിരുമാന്താംകുന്ന് ടെമ്പിൾ. അവിടേക്ക് പോകാൻ ഞാൻ രാജാറാണി എക്സ്പ്രസ് ആണ് ബുക്ക് ചെയ്തത് ഫ്രം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. സോ നമ്മുടെ ട്രിവാൻഡ്രം നോർത്ത് എത്തിയത് ഒരു 8:30 ഒക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം 9 o'clock നമ്മുടെ ട്രെയിൻ. ആൻഡ് അവിടെ തന്നെ കാറ് പാർക്ക് ചെയ്യുകയും ചെയ്തു. 1 day ഫുള്ള് പാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ 180 rupees ആണ് അവർ ചാർജ് ചെയ്തത്. അങ്ങാടിപ്പുറത്ത് നമ്മൾ കറക്റ്റ് 4:50 തന്നെ എത്തിയായിരുന്നു. റൈറ്റ് ഓൺ ടൈം ആയിരുന്നു. ആൻഡ് അവിടെ നിന്ന് നേരെ നമ്മുടെ ശ്രീലകം ഹോമിലേക്ക് പോയി. ഞാൻ ഈ ഒരു ഹോട്ടൽ ചൂസ് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്ന ഹോട്ടലാണിത്. ഈ ഹോട്ടലിൻ്റെ ഏക ഒരു പോരായ്മ എന്ന് വെച്ചാൽ ലിഫ്റ്റ് ഇല്ല. സോ കുറച്ച് ഈ സാധനങ്ങളുമായിട്ട് മുകളിലോട്ട് നടക്കേണ്ടി വന്നു. കാരണം ഞങ്ങളുടെ റൂം 2nd ഫ്ലോറിലായിരുന്നു. രാവിലെ ഫ്രഷനപ്പായി 9 മണിക്ക് മുമ്പേ പൂജയ്ക്ക് എത്താൻ വേണ്ടി നേരെ ആദ്യമേ ഫുഡ് കഴിക്കാൻ നമ്മുടെ ശ്രീശൈലം ഹോട്ടലിൽ പോയി. ആൻഡ് അവിടെ നിന്നൊരു ഗീ റോസ്റ്റ് കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. ഇതെൻ്റെ 2nd പൂജ ആയതുകൊണ്ട് തന്നെ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഒരു 1 ഉറക്കം ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രസാദമൊക്കെ ഇവർ തരുന്നുണ്ട് അമ്പലത്തിൽ നിന്ന്. സോ ഇവർ പാത്രങ്ങളും എല്ലാം എടുത്ത് വയ്ക്കാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു നമ്മളടുത്ത്. ഇത്തവണ എനിക്ക് പൂജയ്ക്ക് നിൽക്കാൻ തന്നെ അത്ര വയ്യാത്തതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കൂടുതൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല അവിടെ. ബിക്കോസ് ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ അമ്പലത്തിൻ്റെ ആറാട്ട് നടന്ന ഒരു പുഴയുടെ അവിടെയൊക്കെ പോയായിരുന്നു. ഈ പൂജ ഇയർലി വൺസ് ആണ് ചെയ്യേണ്ടത്. സോ ഇത് ലാസ്റ്റ് ഇയർ എടുത്ത വീഡിയോസ് ആണ്. നല്ല പാടവും ഇതൊക്കെ ഉണ്ട് ഈ പുഴയുടെ അടുത്ത്. സോ നല്ല ഭംഗിയാണ് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ലാസ്റ്റ് ടൈം. ഇത്തവണ വയ്യാത്തതുകൊണ്ട് ജസ്റ്റ് അമ്പലത്തിൽ ഇങ്ങനെ തൊഴുതിട്ട് നേരെ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചുപോയി. ഉച്ചയ്ക്ക് ലഞ്ചിനായി ഞങ്ങൾ പോയത് ബാസുരി വെജ് ഹോട്ടലിലാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ടൊരു ഈവനിങ് ഒക്കെ അവറായപ്പോൾ വീണ്ടും ഫ്രഷനപ്പായി അടുത്തുള്ളൊരു മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഉടുപ്പി ഹോട്ടലിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ തിരുമാന്താംകുന്നിലേക്ക് തന്നെ പോയി. തിരിച്ചു വരാനും അങ്ങാടിപ്പുറത്തുനിന്ന് രാജാറാണി എക്സ്പ്രസ് ആണ് ഉണ്ടായിരുന്നത്. സോ നേരെ അമ്പലത്തിലേക്ക് വീണ്ടും പോയായിരുന്നു. സോ രാത്രി അവിടെ കുറേ നേരം ഇരുന്നു. എന്നിട്ട് രാത്രിയിലത്തെ പൂജയും കഴിഞ്ഞിട്ടാണ് നേരെ റൂമിലേക്ക് വന്നത്. ആൻഡ് അങ്ങനെ നമ്മുടെ അങ്ങാടിപ്പുറം ട്രിപ്പ് അവസാനിക്കുവാണ്. എല്ലാ ഡീറ്റെയിൽസ് ലൈക്ക് ട്രാവൽ, സ്റ്റേ, ഫുഡ് എല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.